എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ്റ്റാറിലേക്ക് സ്വാഗതം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജനുവരി 2026 എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ 6 of Swords എനർജി, Judgment, Page of Wands, 2 of Wands, 8 of Wands, King of Wands energy connections. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ജനുവരി മാസം എന്ന് പറയുന്നത് ഒത്തിരി മാറ്റങ്ങളുടെ സമയമാണ്. അപ്പോൾ ആദ്യം തന്നെ പറയുമ്പോൾ കരിയർ റിലേറ്റഡ് ആയിട്ട് കരിയർ ആൻഡ് ഫിനാൻസ് വളരെ നല്ലൊരു രീതിയിൽ മുന്നോട്ടേക്ക് പോകുന്ന സമയമാണ്. ജോലി സംബന്ധമായിട്ട് ഒത്തിരി വളർച്ച ഉണ്ടാകുന്ന ഒരു സമയം എന്ന് തന്നെ പറയാം. 6 of Swords എനർജി കണക്ഷൻസ് മുന്നേറ്റമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്ന് പറയാനുള്ളത്, വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇപ്പോൾ ഇതിൽ പറയുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കേണ്ടുന്ന ഒരു സമയം എന്ന് പറയാം. കാരണം ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങൾ എന്തെങ്കിലും മുന്നോട്ടേക്ക് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഉള്ള ഫസ്റ്റ് സ്റ്റേജാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. കാരണം ഈ ഒരു എനർജിയിൽ നിങ്ങൾ ഇപ്പോൾ ആദ്യം ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങളായിരിക്കും, വിദേശത്തേക്ക് പോകുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആകാം പലരെയും സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും ഒരു ഇൻ്റഗ്രേഷനാണ്. ഇറ്റ്സ് ടൈം ഓഫ് ഇൻ്റഗ്രേഷൻ. പുതിയ ആളുകളെ കാണുക, അറിയുക, പുതിയ പല കാര്യങ്ങളും മനസ്സിലാക്കുക, പുതിയത് പലതും ചെയ്യുക, ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ആളുകളെ ട്രസ്റ്റ് വീണ്ടും ആളുകളെ വീണ്ടും വിശ്വസിക്കാൻ നിങ്ങൾ ജീവിതത്തിൽ പഠിക്കുന്നതാണ്. കാരണം ലൈഫിൽ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഒരുപക്ഷെ മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പുതിയ ആളുകളെ ട്രസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഒരു വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ശുഭാപ്തി വിശ്വാസത്തോട് കൂടിയിട്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീക്കുന്നു. ലൈഫിലൊരു ബാലൻസ് കൊണ്ടുവരുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഒത്തിരി നാളുകൾക്ക് ശേഷം ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകുന്നു, ജീവിതത്തിലുള്ള വളർച്ച ഉണ്ടാകുന്നു. ഇതൊക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സന്തോഷവും ആനന്ദമൊക്കെ ഉണ്ടാകും. ഒരേ സമയം തന്നെ ഒത്തിരി തൃപ്തിയും സന്തോഷവും ആനന്ദമൊക്കെ ഉണ്ടാകുന്നതോടൊപ്പം ചെറിയ അൺസർട്ടനിറ്റി കൂടി ഉണ്ടാകുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു വിദേശത്തേക്ക് പോവുകയാണ്, ഇപ്പോൾ ജോലി സംബന്ധമായിട്ടാണെങ്കിൽ അവിടെ പോയിട്ട് എങ്ങനെയായിരിക്കും ഒരേ സമയം അവിടെ എത്തിപ്പെടുന്നു എന്നുള്ളതിൻ്റെ തൃപ്തിയും സന്തോഷവും ഉണ്ടാകുമ്പോഴും എങ്ങനെയാണ് അവിടെ ചെന്നിട്ട് ജോലി കാര്യങ്ങളൊക്കെ റെഡി ആകുമോ, അല്ലെങ്കിൽ ലക്ക് നിങ്ങളുടെ ഭാഗത്താണ്, അങ്ങനെയൊക്കെയുള്ള ഒരു അൺസർട്ടനിറ്റിയും ഒരേ സമയം തന്നെ നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു മാസത്തിൽ എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഒത്തിരി നാളായിട്ട് ശ്രമിക്കുന്ന ജീവിതത്തിൽ പല കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചൊരു ഒരു പുനർജന്മത്തിൻ്റെയൊക്കെ ഒരു സമയം എന്നൊക്കെ നമുക്ക് പറയും. റീബേർത്തിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയാം. അപ്പോൾ ഒരു വേക്കപ്പ് കോൾ ആയിരിക്കും പലരെ സംബന്ധിച്ച്. ഇനിയില്ല ഇങ്ങനെ ഒരു ചാൻസ്. ഇനി വേക്കപ്പ് കോൾ നിങ്ങൾക്ക് ഇനിയും എപ്പോഴും ഇതേപോലത്തെ സിറ്റുവേഷൻസ് വരണമെന്നില്ല. ചില ആളുകളെ സംബന്ധിച്ച് ഇതൊരു ലാസ്റ്റ് ചാൻസാണ്. നിങ്ങൾക്ക് ഈ ഒരു പുതിയ ഫേസിലേക്ക് കടക്കാൻ പറ്റിയൊരു സമയം എന്നുള്ള രീതിയിലാണ്. നിങ്ങളുടെ ലൈഫ് പലരെയും സംബന്ധിച്ച് ലൈഫ് വളരെ ഫെയർലി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു സാഹചര്യമായിരിക്കാം. ആൻഡ് ഒരു സ്റ്റഡി പേസിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന എന്നുള്ള രീതിയിൽ സ്ഥിരത ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ ഒരു പുതിയ ഫേസിലേക്ക് ജീവിതത്തിൽ നിങ്ങൾ കടക്കുമ്പോൾ വളരെ പക്വതയോട് കൂടിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ന്യൂസ് കേൾക്കുന്ന ഒരു സമയമാണ്. ഗുഡ് ന്യൂസ് ആയിരിക്കും അത്. നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ന്യൂസ് നിങ്ങൾ കേൾക്കുന്നു. പുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. കാരണം വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്ന സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ട് ഒത്തിരി മുന്നേറുന്നുണ്ട്. പഠിത്തത്തിൽ നല്ല മാർക്ക് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതോടൊപ്പം ഒരുപക്ഷെ നിങ്ങൾ പുതിയ എന്തെങ്കിലും കോഴ്സ് കാര്യങ്ങൾക്ക് ചേരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം.
അതായത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഇനി എന്തെങ്കിലും സർട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ അനിവാര്യമാണ് എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളെ മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിലും എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ കൂടി ആവശ്യമാണ് എന്ന് അതെടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രത്യേക കോഴ്സ് മാത്രം ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നതും സൂചിപ്പിക്കുന്നുണ്ട്. ഫൈനലി ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. അപ്പോൾ പല കാര്യങ്ങളും തീർപ്പാക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ലൈഫിൽ തീർപ്പാക്കാതെ നിൽക്കുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ തീർപ്പാക്കുന്ന ഒരു എനർജി എന്ന് പറയാം. നെക്സ്റ്റ് വന്നിട്ട് പേജ് ഓഫ് ഫോൺസ് എനർജി കണക്ഷൻസ് ആണ്. പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പെട്ടെന്ന് അത് ആ ഒരു പ്രോബ്ലം സോൾവ് ആകുന്ന സാഹചര്യം, അതായത് ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് ഒരു മുക്തി ലഭിക്കുന്ന ഒരു ആരോഗ്യപരമായിട്ട് ബെറ്ററായിട്ട് ആരോഗ്യപരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ് പ്രായമായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച്. ഒന്ന് അധികം ശരീരം അനക്കി നടക്കാൻ പറ്റാത്ത ഇരിക്കുന്ന സിറ്റുവേഷനിലൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുന്ന സിറ്റുവേഷനുണ്ട്. അതല്ലാതെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം വലിയ സീരിയസ് ഇഷ്യൂസൊക്കെ സോൾവ് ആകുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും സർജറി കാര്യങ്ങൾ വേണ്ടി വരുന്നവർ, പല കാരണങ്ങൾ കൊണ്ട് അത് മാറ്റി വെക്കേണ്ടി വന്നിട്ടുള്ളവർക്ക് ആ സർജറി ഫൈനലി കഴിഞ്ഞ് ജീവിതത്തിലെ സമാധാനവും സ്വസ്ഥതയും ആരോഗ്യം വീണ്ടെടുക്കുന്ന സാഹചര്യമുണ്ട്. അതേപോലെ തന്നെ വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ കുറച്ചുകൂടി ആക്റ്റീവ് ആകുന്ന ഒരു സമയമാണ്. കുടുംബകാര്യത്തിൽ മാത്രമല്ലാതെ സോഷ്യൽ ലൈഫ് നിങ്ങൾ കുറച്ച് ഇപ്പോൾ സൗഹൃദങ്ങളായിക്കൊള്ളട്ടെ, എന്തെങ്കിലും മറ്റ് സംഘടനയുടെ ഭാഗമായിട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുന്ന സിറ്റുവേഷൻ ആകാം. അതേപോലെ ചില ആളുകൾ നിങ്ങൾ ജോലി ചെയ്യുന്നില്ലാത്ത ഒരാളാണ്, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ പുറത്തു പോയിട്ട് ജോലി ചെയ്യാത്ത ഒരാളാണെങ്കിലും പൊളിറ്റിക്സിലേക്ക് ഇറങ്ങാനുള്ള ചാൻസ് ചില ആളുകൾക്ക്, നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക അല്ലെങ്കിൽ അതുപോലെ സോഷ്യലി വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തിയാകുമ്പോൾ ഇങ്ങനെ ഒരു അവസരം ഒരു കൗൺസിലറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ ഈവൻ മെമ്പറായിട്ട് ഏതെങ്കിലും ഒരു ഇതിലേക്ക് കയറുന്ന ചെറിയ രീതിയിൽ പൊളിറ്റിക്സിലേക്ക് നിങ്ങൾ കയറാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പിന്നീട് ഭാവി അതിലുണ്ട് നിങ്ങൾ പരിശ്രമിച്ചാൽ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു തുടക്കമായിരിക്കും ഈ ഒരു മാസം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി 2 of Wands എനർജി കണക്ഷൻസ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ യെസ് ഓർ നോ പറയേണ്ടുന്നിടത്ത് അതായത് നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് യെസ് ഓർ നോ പറയുന്നിടത്ത് നിങ്ങളുടെ വാക്കുകൾക്ക് ഒത്തിരി വില കൽപ്പിക്കുന്ന സിറ്റുവേഷൻ ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ വന്നേക്കാം എന്ന് വെച്ചിട്ട് ആ പ്രശ്നങ്ങൾ നിങ്ങളെ തകർക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സിറ്റുവേഷനല്ല. ആ ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കഴിവുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുമെന്നുള്ളത് നിങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു സിറ്റുവേഷൻ. കാരണം ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ വരികയും അതിനെ എനിക്ക് അതിജീവിക്കാൻ പറ്റുമെന്ന് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നത്, അതായത് നിങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സമയമാണ്. 8 of Wands എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് നിങ്ങൾ ജീവിതത്തിൽ തോറ്റുപോയടത്തു നിന്ന് വീണ്ടും തുടങ്ങുന്ന ഒരു എനർജി ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഇത് സൂചിപ്പിക്കുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുത്താൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന സമയമാണ്. അതിനുവേണ്ടി പരിശ്രമിച്ചാൽ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എയർ ട്രാവലാണ് കൂടുതൽ ഫാസ്റ്റായിട്ടുള്ള യാത്രകളാണ്. അപ്പോൾ എയർ ട്രാവൽ സൂചിപ്പിക്കുന്നുണ്ട്. വിദേശത്തേക്കുള്ള യാത്രയാവും ചില ആളുകൾ വിദേശത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ വിമാനമാർഗം ഉള്ള സഞ്ചാരം സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകൾ ജീവിതത്തിൽ ആദ്യമായിട്ട് വിമാനത്തിൽ കയറുന്ന സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു വിദേശ രാജ്യത്തേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനും ഇങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവ്യമാകുന്ന സമയം കൂടിയിട്ടാണ് ഇതെന്ന് സൂചിപ്പിക്കുന്നു. നെക്സ്റ്റ് കിങ് ഓഫ് വോൺസ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് ബിസിനസ് സംബന്ധമായിട്ടുള്ള ഒരു എനർജി കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങളെന്തോ മാർക്കറ്റിംഗ് സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഓൺലൈൻ സിറ്റുവേഷനാണ്. അപ്പോൾ ഓൺലൈൻ മാർക്കറ്റിംഗ്, ഓൺലൈൻ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതായിട്ടൊക്കെ ഒരു സൂചന ഇവിടെ തരുന്നുണ്ട്. ഓൺലൈനിലൂടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാനും മറ്റും പറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തൃപ്തി തരുന്ന ഒരു കാര്യമാണ്.
പിന്നെ ലൈഫ് എന്താണ് എന്നുള്ളത്, ജീവിതം എന്താണ്, ജീവിത ലക്ഷ്യം എന്താണ് എന്നുള്ളത്, ലൈഫ് പേർപ്പസ് എന്താണ് എന്നൊക്കെയുള്ള പല കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് നിങ്ങൾ ഇറങ്ങുന്ന ഒരു സമയമാണ്. അത് തീരെ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല, അപ്രതീക്ഷിതമായിട്ട് വരുന്ന ഒരു സാഹചര്യമായിരിക്കാം. നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ചെറിയ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യകാര്യങ്ങളും മറ്റുമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, ശ്രദ്ധിക്കാതെ ഇരിക്കുന്നത് കൊണ്ട് ചെറിയ രീതിയിൽ ജലദോഷം, പനി പോലുള്ള കാര്യങ്ങളൊക്കെ ആവാം. അത് ഇങ്ങനെയൊരു സിറ്റുവേഷൻ വരുമ്പോൾ തന്നെ നിങ്ങളത് ശ്രദ്ധിച്ചാൽ വലിയൊരു അധികം പ്രശ്നം ഉണ്ടാവുന്നില്ല. എന്നിരുന്നാലും അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.